അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വ ആലി കുല്ലിൻ വസ്വഹാബതി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാനിവിടെ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന, നിങ്ങളെല്ലാവരും പഠിച്ച അല്ലെങ്കിൽ പല ഭാഗത്തു നിന്ന് കേട്ട ഒരു കാര്യമായിരിക്കാം. എങ്കിലും എനിക്ക് ഇതിവിടെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മളിനി ഇതിലൂടെ പറയാൻ പോകുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ചരിത്രങ്ങളും സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ചരിത്രങ്ങളും അത്തരത്തിലുള്ള സംഭവങ്ങളും ഒക്കെ ആയിരിക്കും. അതിൽ നിന്ന് ഒരു പാഠം നമുക്കുണ്ടാവും. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ ആ ഒരു ചരിത്രം ചെറുപ്പം മുതലേ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ ആ ഒരു ചരിത്രം ഞാൻ പറയുകയാണ്. ഇനി ഇതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം എന്നുകൂടെ ഞാൻ ഉണർത്തട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വൃദ്ധയായ സ്ത്രീയെ കാണുന്നു. ആ വൃദ്ധയായ സ്ത്രീ വിറക് കെട്ട് തലയിൽ ചുമന്നുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, ഉമ്മാ, ഈ വിറക് കെട്ട് എനിക്ക് തരൂ, എൻ്റെ കൈകളിലേക്ക് തരൂ, ഞാൻ അത് ചുമന്ന് നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തരാം. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായിട്ടുള്ള, എത്ര ആർദ്രതയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് ലോകത്തിൻ്റെ നേതാവ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് നമ്മൾ ആലോചിക്കണം. ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ യാതൊന്നും പ്രതീക്ഷിക്കാതെ ആ ഒരാൾക്ക് മറ്റൊരാൾക്ക് നന്ദി ചെയ്യാൻ, മറ്റൊരാൾക്ക് നന്മ ചെയ്യാൻ മനസ്സുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മയോട് ഇത് പറഞ്ഞപ്പോൾ അവിടുന്ന് ആ വൃദ്ധയായ മാതാവ് വിറക് കെട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. അവിടുന്ന് അത് ചുമന്നുകൊണ്ട് മുന്നാലെ നടക്കുന്നു. ആ വൃദ്ധയായ സ്ത്രീ പിന്നിലെ നടക്കുന്നു. അങ്ങനെ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുത്തു. വീട്ടിൽ ആ വിറക് കെട്ട് അവിടെ ഇറക്കി വെച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് ആ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ ഈ വിറക് എനിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചു തന്നു, എന്നെ സഹായിച്ചു. എൻ്റെ കൈകളിൽ നിനക്ക് തരാനായിട്ടൊന്നുമില്ല, എൻ്റെ കരങ്ങളിൽ നിനക്ക് തരാനായിട്ട് ഒന്നുമില്ല. പക്ഷേ ഞാൻ ഒരു ഉപദേശം നിനക്ക് നൽകുകയാണ്. നമ്മുടെ ഈ മക്കയിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ മുൻകാലക്കാരെയും നമ്മുടെ മുൻ ദൈവങ്ങളെയും എല്ലാറ്റിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ടൊരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. അവൻ പറയുന്നത് ഏകനായ ഒരു ദൈവമുണ്ട് എന്നാണ്. അവൻ ആ ദൈവത്തിൻ്റെ പ്രവാചകനാണ് എന്നുമാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ, നമ്മുടെ കുലദൈവങ്ങളെയും നമ്മുടെ മുൻഗാമികളെയും എല്ലാം തള്ളിപ്പറയുന്ന അവൻ്റെ വലയിൽ മോൻ പെട്ടുപോവല്ലേ എന്ന ഒരു ഉപദേശം ആർക്കാണ് കൊടുക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളാണെന്നറിയാതെ ആ വൃദ്ധയായ മാതാവ് പറയുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി, ആ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവിടെ നിന്ന് മറുപടി പറഞ്ഞു, ഉമ്മ, നിങ്ങൾ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ മുഹമ്മദ്, അത് ഞാനാണ് മക്കയിൽ വന്ന ഒരു ഏകദൈവമുണ്ട് എന്ന് പറഞ്ഞ് പ്രവാചകനാണ് എന്ന് പറഞ്ഞ ആ ഒരു മുഹമ്മദ് ഞാനാണ്. ഈ ഉമ്മ അവിടുന്ന് അറിയാതെ കണ്ണുകൾ നിറഞ്ഞ് കരയുകയാണ്. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ അവർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് തങ്ങളുടെ അടുത്ത് നിന്ന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. ഞാനിവിടെ ഈ ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഘോരഘോരം പ്രസംഗങ്ങൾ നടത്തി, ഉപദേശങ്ങൾ നടത്തി മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുന്നതിലും ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാവുക എന്നുള്ളതാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തന്നെ വലിയ മാതൃകയാണ്. അവിടുന്ന് ജീവിച്ച് കാണിച്ചു തന്നു നമ്മെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ആ ജീവിതം കണ്ട് പഠിച്ചവരാണ് സ്വഹാബത്ത്.
അതല്ലാതെ ഒരുപാട് നടന്ന് ഉപദേശിച്ചിട്ടോ അതുപോലെ തന്നെ സ്റ്റേജുകൾ കെട്ടി ഒരുപാട് പ്രസംഗിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ജീവിതത്തിൽ കൊണ്ടുവരിക, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, വീട്ടിൽ നിങ്ങൾ ഉമ്മമാരാണെങ്കിൽ, നിങ്ങൾ ഉപ്പമാരാണെങ്കിൽ, നിങ്ങൾ ഭർത്താക്കന്മാരാണെങ്കിൽ, നിങ്ങൾ ഭാര്യമാരാണെങ്കിൽ, നിങ്ങൾ നിങ്ങളെ ഭാര്യയോട് ഉപദേശിക്കും, ഭർത്താവിനോട് ഉപദേശിക്കും, ഉമ്മയോട് ഉപദേശിക്കും, മക്കളോട് ഉപദേശിക്കും, ഉപ്പയോട് ഉപദേശിക്കും, ഉപ്പ മക്കളോട് ഉപദേശിക്കും. ഇങ്ങനെ പലയുള്ള ഉപദേശങ്ങളും നമുക്ക് കാണാം. പണ്ടാരോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു ദേശമാണ് ഏത് ദേശം? ഉപദേശം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉപദേശിക്കുന്നതിനേക്കാളും മറ്റുള്ളവരോട് കൽപ്പിക്കുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും അനുയോജ്യമായത് നമ്മുടെ ജീവിതത്തിൽ അത് നാം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പ്രവർത്തിക്കുക. നമ്മിൽ ആ മാറ്റങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരിലും മാറ്റങ്ങൾ ഉണ്ടാകും. ഇവിടെ ആ വൃദ്ധയായ മാതാവിൻ്റെ മനസ്സ് മാറാനുള്ള കാരണം എന്തായിരുന്നു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞോ? ആദ്യം ചെന്നിട്ട്, ഉമ്മ, ഇങ്ങനെ ഞാൻ പ്രവാചകനാണ്, ഇങ്ങനെയാണ് ദീൻ, ഏകദൈവ വിശ്വാസമാണ് വേണ്ടത്, അള്ളാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്നൊന്നും ചെന്നപ്പോൾ ആ ഉമ്മയോട് നേരെ പോയി പറഞ്ഞില്ലല്ലോ. മറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അവിടുത്തെ ജീവിതം, ആ മര്യാദയുള്ള ജീവിതം അവിടുന്ന് കാണിച്ചു കൊടുത്തു. ആ വിറക് കെട്ട് വാങ്ങി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാതാവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നും ഒന്നും പറയാതെ ഹബീബായ തങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഈ വിറക് കെട്ട് ആ വൃദ്ധയായ മാതാവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. കൊണ്ടുപോയി കൊടുത്തിട്ട് പോലും അവിടുന്ന് ഞാൻ ഇന്ന പ്രവാചകനാണെന്നോ ഏകദൈവമാണ് വേണ്ടതെന്നോ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, ഇലാഹില്ല എന്നൊന്നും അവിടുന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് അൺകണ്ടീഷണൽ ലവ്. അവിടെ നിന്നൊന്നും പ്രതീക്ഷിക്കാതെയാണ് ആ സ്നേഹപ്രകടനം അവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. അപ്പോൾ തിരിച്ചു പോരാൻ നേരത്ത് അവർ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് കരുതിയിട്ട് ആ ഉമ്മ അങ്ങോട്ടൊരു ഉപദേശം കൊടുക്കുന്നു. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാനാണ്. നോക്കൂ, ആ ഒരു സ്വഭാവത്തിൻ്റെ മഹിമ, ആ ഒരു ക്ലാരിറ്റി, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആ ഒരു ക്ലാരിറ്റി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ജീവിക്കാൻ, അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.